കൊക്കോയും കൊണ്ട് എവിടെയാണ് പോണേന്നറിയാമോ? ടാക്കി ലൈറ്റ് ഷോ ഒക്കെ ഓണത്തിന്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ തുമ്പിതുള്ളലൊക്കെ കാണാൻ പോവും. അതേപോലെ ഇവിടെ ആണെങ്കിൽ ക്രിസ്മസ് ഫീസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ലൈറ്റ് ഷോ കാണാൻ പോവും. ഇത് ഫ്രീ ആട്ടോ. ഈ കാണുന്നത് ഒരു വീട്ടിൽ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കും കേട്ടോ. ഇത് ശരിക്കും ഒരു വീടാ. അവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന ഈ പരിപാടി എനിക്കൊന്ന് 10-20 വർഷമായിട്ട് ചെയ്യുന്നതാ. പക്ഷെ ഇപ്പം പറയുന്നവർ അവർക്കൊക്കെ ഏജ് ആയിട്ടുണ്ട്, അപ്പം അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഈ വർഷത്തോടു കൂടി ഇത് നിർത്തുവാന്ന് പറഞ്ഞിരിക്കുക. അതെ, അവരിങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2025 ഇസ് ദ ഫൈനൽ ഇയർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ക്രിസ്മസ് ഫീസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വൈറ്റ് ഈവനിങ് ടീ ഒക്കെ കഴിഞ്ഞ് ഈ വീട്ടിലെ ലൈറ്റ് ഷോ കാണാൻ പോകാറുണ്ട്. ഒരു പ്രാവശ്യം ഇവർക്ക് ABC TV ചാനലിൻ്റെ ഒക്കെ അവാർഡ് പോലെ കോണ്ടസ്റ്റ് വിന്നറൊക്കെ ആയിരുന്നു. അപ്പം നെക്സ്റ്റ് തൊട്ട് അവരിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ശരിക്കും ഒത്തിരി കഷ്ടപ്പാടാണ് ഇതിങ്ങനെ വീട് ഫുള്ളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് യാർഡൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ. കൊക്കോയും അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊക്കോയ്ക്കും പോകാൻ പറ്റുന്ന സ്ഥലം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാ വർഷവും പോയി കാണുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം ഇതോടുകൂടി ഈ വർഷത്തോടുകൂടി ഇത് അവർ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൂരനൊക്കെ ആളുകൾ വന്ന് ഇവിടെ കാണുന്നതാട്ടോ. ഒത്തിരി ഗെയിംസും ഒത്തിരി കഥകളൊക്കെ ഇതിലൂടെ അവർ പറയാറുണ്ട്. നല്ല രസമാട്ടോ ഇതിങ്ങനെ. ലൈറ്റ് ഷോ മാത്രമൊന്നുമല്ല, ചെറിയ ചെറിയ ഗെയിംസും സ്റ്റോറീസും ഒക്കെ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ വായിച്ചു പോകാം. എനിവേ, ഇതാണ് അവരുടെ ലാസ്റ്റ് ഇയർ. ഞങ്ങളതെല്ലാം എൻജോയ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് മടങ്ങി.